ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പീരിയഡ്സും പുലയും വാലായ്മയും ഒക്കെ കാരണം ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവരാത്രി ദിവസം ചൊല്ലേണ്ടുന്ന ഭഗവാന്റെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു നാമത്തെക്കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ ഇപ്രാവശ്യം അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത് ഫെബ്രുവരി 15 ശിവരാത്രിയുടെ ദിവസം തന്നെയാണ്. അതും ഒന്നാം യാമപൂജയുടെ സമയത്താണ് നമുക്ക് അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയം ഏതാണെന്നും ചൊല്ലേണ്ടുന്ന മന്ത്രം എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്ന് നോക്കാം. എന്താണ് അഭിജിത്ത് നക്ഷത്രം എന്നും എങ്ങനെയാണ് അഭിജിത്ത് നക്ഷത്ര സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 12 മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലെ 12 മിനിറ്റും ചേരുന്ന 24 മിനിറ്റ് സമയമാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പൂജാമുറിയിലോ ഹോളിലോ 2 നെയ്ദീപങ്ങൾ കിഴക്കോട്ട് അഭിമുഖമായി കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലായിട്ടിരുന്ന് നമ്മൾ ആദ്യം അഭിജിസ്തുതി 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലുക എന്നുള്ളതായിരുന്നു ഒരു രീതി. പക്ഷേ ഈ പ്രാവശ്യം ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നാം യാമപൂജ സമയത്ത് ചൊല്ലേണ്ടുന്ന ഭഗവാന്റെ പവർഫുൾ ആയിട്ടുള്ള നാമത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിജിസ്തുതി 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒന്നാം യാമപൂജ സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രം ആ 24 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. അങ്ങനെ ചൊല്ലി ഭഗവാൻ മഹാദേവനോടും മഹാവിഷ്ണുവിനോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചു തരും. ഇനി പീരിയഡ്സ്, പുല, വാലായ്മ പോലുള്ള കാര്യങ്ങൾ ഉള്ളവരാണ് നിങ്ങൾക്ക് എന്തായാലും ദീപം കൊളുത്തി വെച്ച് അഭിജിസ്തുതി ചൊല്ലാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ ആ ഒരു 24 മിനിറ്റ് സമയം ആദ്യം തന്നെ അഭിജിസ്തുതി 3 പ്രാവശ്യം മനസ്സിൽ ചൊല്ലുക. കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് വേണം അഭിജിസ്തുതി മനസ്സിൽ ചൊല്ലാൻ. അതിനുശേഷം ഞാനിപ്പം നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരുമല്ലോ. ശിവരാത്രി ദിവസം നമ്മൾ ചൊല്ലിയിട്ടുന്ന ആ ഒരു മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് 24 മിനിറ്റ്സ് ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അഭിജിസ്തുതി എന്താണെന്നുള്ളത് നോക്കാം. അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാദധീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേധിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമാം. ഇതാണ് അഭിജിസ്തുതി എന്ന് പറയുന്നത്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു മന്ത്രം നമ്മൾ 3 പ്രാവശ്യം ജപിക്കണം. അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നാം യാമപൂജയിൽ ചൊല്ലേണ്ടുന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ആഗ്രഹം, അതായത് ഈ ഒരു ഫെബ്രുവരി മാസം നടന്നു കിട്ടേണ്ടുന്ന ഒരാഗ്രഹം കാരണം എല്ലാ മാസവും നമുക്ക് അഭിജിത്ത് നക്ഷത്രം വരുന്നത് കൊണ്ട് അതാത് മാസങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്ന് നോക്കാം. ഫെബ്രുവരി 15 ഞായറാഴ്ച വൈകിട്ട് 7:36 മുതൽ 8 മണി വരെയുള്ള 24 മിനിറ്റ് സമയത്തെയാണ് നമ്മൾ അഭിജിത്ത് നക്ഷത്ര സമയമെന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഒന്നാം യാമപൂജ ഭഗവാൻ മഹാദേവന് ചെയ്ത് മഹാവിഷ്ണുവിന് 2 നെയ്ദീപങ്ങൾ കൊളുത്തി ഈ ഒരു മന്ത്രം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. ഇനി രണ്ടാമതായിട്ട് പീരിയഡ്സ്, പുല, വാലായ്മ അതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശിവരാത്രി വ്രതമെടുക്കാനോ ക്ഷേത്ര ദർശനം നടത്താനോ ഒന്നും സാധിക്കാത്തവർ അന്നത്തെ ദിവസം ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് 1008 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി തീർക്കണം. ചൊല്ലുകയോ എഴുതുകയോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചെയ്യാവുന്നതാണ്. ഭഗവാന്റെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ്. നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുമ്പം മനസ്സിൽ വേണം ചൊല്ലാനായിട്ട്, പുറത്തോട്ട് സൗണ്ട് കേൾക്കുന്ന രീതിയിൽ ചൊല്ലരുത്. ഇനി എഴുതുകയാണെങ്കിൽ തന്നെയും ഒറ്റയടിക്ക് എഴുതി തീർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ശിവരാത്രിയുടെ അന്ന് രാവിലെ മുതൽ പിറ്റേന്ന് വരെ സമയമുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട്, അതായത് ഫെബ്രുവരി 15 സൂര്യ ഉദയം മുതൽ
ഫെബ്രുവരി 16 തിങ്കളാഴ്ച സൂര്യ ഉദയത്തിനുള്ളിൽ ഇത് എഴുതി തീർത്താൽ മതിയാവും. ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിട്ടിരുന്ന് ഭഗവാൻ മഹാദേവനെ പാർവതീദേവിയെയും മനസ്സിൽ കണ്ടതിന് ശേഷം കൈകൾ കൂപ്പി നിങ്ങളുടെ ആഗ്രഹം അത് എന്താണെങ്കിലും ഭഗവാനോട് എൻ്റെ ഈ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തിത്തരണം ഭഗവാനെ എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ച ശേഷം ചൊല്ലിത്തുടങ്ങുക. ഒറ്റയടിക്ക് 1008 പ്രാവശ്യം ചൊല്ലി തീർക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേശ്ശെ ആയിട്ട് ചൊല്ലി തീർത്താൽ മതിയാകും. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങൾക്ക് പീരിയഡ്സ് അല്ലേ, പുലയല്ലേ, അല്ലെങ്കിൽ വാലായ്മയല്ലേ, ഞങ്ങൾ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് എന്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ദയവ് ചെയ്ത് ശിവരാത്രി ആയതുകൊണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലണം അല്ലെങ്കിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ നോൺ വെജ് സ്ട്രിക്റ്റ്ലി അവോയ്ഡ് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക എന്നതിനേക്കാൾ കൂടുതൽ പ്രപഞ്ചത്തിൻ്റെ എനർജിയും കോസ്മിക് എനർജിയും വളരെയധികം ഹൈ ആയിട്ടിരിക്കുന്ന ആ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നതും ഇതുപോലെയുള്ള മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നതുമൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ചുറ്റും തരും. നമ്മുടെ ഓറ നല്ല രീതിയിൽ പോസിറ്റീവ് ആകുകയും ക്ലെൻസ് ആവുകയും നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മളിലോട്ട് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബ് നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതായത് നന്നായിട്ട് നടുവ് നിവർത്തി കാല് ചമ്രം പടഞ്ഞ് 2 കാൽമുട്ടുകളുടെയും മുകളിൽ നമ്മുടെ കൈകൾ വെച്ച് എവിടെയും ചാരാതെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലിയാലും അതൊരു ഭയങ്കര പവർ നിങ്ങൾക്ക് തരും. മാനസികമായിട്ടുള്ള ഊർജ്ജവും ശാരീരികമായിട്ടുള്ള ഊർജ്ജവും ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള സന്തോഷവും നമുക്ക് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ പീരിയഡ്സ്, പുല, വാലായ്മ പോലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കതിനെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താം. കംപ്ലീറ്റ്ലി മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രാത്രിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്താൽ ഫലം കിട്ടും. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ നോൺ വെജ് ഉപേക്ഷിക്കുക അന്നത്തെ ദിവസം, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ഇപ്പോൾ ഓരോ യാമത്തിലും നിങ്ങൾക്ക് ഇത്ര എണ്ണം വെച്ച് വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ്. ഇനി എഴുതുന്നവരാണെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്കൊന്നും നിങ്ങൾ 1008 പ്രാവശ്യം എഴുതണം എന്നില്ല. കുറേശ്ശെ ആയിട്ട് 1008 പ്രാവശ്യം എഴുതുക. അപ്പം ഓരോ പ്രാവശ്യവും മന്ത്രം എഴുതാൻ ഇരിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞ മെഡിറ്റേഷൻ ആ രീതിയിൽ ഇരുന്ന് ശ്വാസം ഒന്ന് പുറത്തോട്ട് വിട്ട് അകത്തോട്ടെടുത്ത് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹത്തെ മനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എഴുതാം. കാരണം ആ ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം അതിന് ഭയങ്കര പവറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷന് ഭയങ്കര പവറുള്ളൊരു ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്ന് അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പം 1008 പ്രാവശ്യം എഴുതിയതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നിങ്ങളുടെ പേര്, ഈ ദിവസം, നിങ്ങളിത് എഴുതി തീർത്ത സമയം. അപ്പം നിങ്ങൾ എഴുതി തീർക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം ഫെബ്രുവരി 16 ആയേക്കാം, അല്ലെങ്കിൽ 15-ാം തീയതി രാത്രിയാണെങ്കിൽ ഒരു 12 മണിക്ക് മുമ്പാവണമല്ലോ. അപ്പോൾ എപ്പോഴാണോ എഴുതി തീരുന്ന ആ ഒരു അന്നത്തെ പർട്ടിക്കുലർ നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുന്ന ഡേറ്റ് ആൻഡ് സമയം എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം അതും കൂടി ഏറ്റവും അടിവശത്തായിട്ട് എഴുതുക. അപ്പം 1008 പ്രാവശ്യം നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുന്നു. മന്ത്രത്തിൻ്റെ അടിയിൽ നിങ്ങളുടെ പേര് എഴുതുന്നു, അന്നത്തെ ഡേറ്റ് എഴുതുന്നു, സമയം എഴുതുന്നു, സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം. അത് നടന്നു എന്നൊന്നുമല്ല, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്നെഴുതിയാൽ മതി. അതിനുശേഷം നിങ്ങളത് മടക്കിയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിരിക്കുക. അടുത്ത ശിവരാത്രിക്ക് മുൻപ് തീർച്ചയായിട്ടും ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരും. അപ്പം നിങ്ങൾ എഴുതേണ്ടുന്ന മന്ത്രം എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. സാംബ സദാശിവ ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന് ഹൈലി പവറുള്ളൊരു മന്ത്രമാണിത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം എഴുതാം. ഇനിയിപ്പം പീരിയഡ്സും പുലയും വാലായ്മയും ഒന്നുമില്ല, ഞങ്ങൾക്കിത് എഴുതാവോ എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാം. ഞാനിത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. കാരണം അവർക്കൊരു വിഷമം വേണ്ടല്ലോ, അവർക്ക് ശിവരാത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്ത് അവർക്കൊരു വിഷമം വേണ്ടല്ലോ എന്നോർത്താണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഈ ഒരു മന്ത്രം നിങ്ങൾ എഴുതുകയോ എഴുതുമ്പം കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എഴുതാൻ താല്പര്യമില്ലാത്തവർ ചൊല്ലിയാലും മതിയാവും. പക്ഷേ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.